സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ജീവിതത്തിൽ 2.5 വർഷം എത്ര പെട്ടെന്നാണ് കടന്നു പോയിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ലാതെ സൗഹൃദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. 24-24.5 വയസ്സിൽ. ഇന്ന് 27 വയസ്സായിരിക്കുകയാണ്. അതായത് ഇത്രയും നാൾ ഞാൻ യാത്രകൾ ചെയ്യുകയാണ്. ഞാൻ പോലും അറിയുന്നില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് നാളുകൾ മാനിപ്പോകുന്നത്. സുഹൃത്തുക്കളെ, 24 വയസ്സ് വരെ ഞാൻ എൻ്റെ വീട്ടു പരിസരവും സ്കൂളും കോളേജും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം വേറൊരു ലോകമുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവിടുന്ന് നടന്നു നീങ്ങിയ എൻ്റെ ഒരു യാത്രയിൽ നിങ്ങളെപ്പോലെയുള്ള വലിയ മനുഷ്യരുടെ സപ്പോർട്ട് കിട്ടിയതിൽ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇന്നും ഞാൻ ഈ ഒരു യാത്ര തുടരുന്നത്. ആദ്യകാല യാത്രകളിൽ നിന്നും ഇന്നത്തെ ഒരു യാത്ര ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് എത്രയോ നാൾ മുന്നേ നടന്ന കാൽനട യാത്രയാണ്. എന്നും കൂടിയുള്ളത് ഈ ഒരു ബാഗാണ്. ഇപ്പോൾ ഞാൻ ഭാരമൊക്കെ കുറച്ച് എനിക്കൊരു കംഫർട്ടബിളിന് വേണ്ടി എന്നാലും ഞാൻ സഞ്ചരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കൂ, ഇത്രയും ഒരു 2.5 വർഷം എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് ഈ യാത്രയിലൂടെയാണ്. യാത്രകൾ സ്വപ്നം കാണുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയോ നമ്മൾക്കിടയിൽ തന്നെ. പക്ഷെ ആരും പോകാറില്ല. പക്ഷെ ഞാൻ എൻ്റെ യാത്രകൾ ചെയ്തത് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ്. എനിക്ക് എത്രത്തോളം സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമോ അവിടെ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഒരു ബാഗിൽ സാധനങ്ങൾ നിറച്ചുകൊണ്ട് ഞാൻ നടന്നു നീങ്ങുന്നത് എൻ്റെ യാത്രയിൽ. അത് ഇന്നും തുടരുകയാണ്. ഒന്നു മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ കാലെടുത്ത് മുന്നോട്ട് വെക്കണം. അല്ലാതെ ആ സ്വപ്നം നേടിയെടുക്കാൻ ആവത്തില്ല കേട്ടോ. ഞാൻ ആദ്യം വീട് വിട്ടിറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കുത്തുവാക്കുകളായിരുന്നു. എന്തിനാണ് നീ കുടുംബം നോക്കാതെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്? നിനക്ക് നിന്റെ വീട്ടിലിരുന്നാൽ പോരെ, വീടും കാര്യങ്ങളും മാത്രം നോക്കിയാൽ പോരെ എന്നായിരുന്നു കുറേ കുത്തുവാക്കുകൾ. ഞാൻ അന്ന് ആ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രമാത്രം ഭൂമി ഞാൻ കാണില്ലായിരുന്നു. എൻ്റെ സ്വന്തം രാജ്യത്തിൽ ഇത്രമാത്രം സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു. എൻ്റെ അയൽ രാജ്യം ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ കണ്ടത് മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരിക്കലും നിങ്ങൾ ചെറുതായി കാണരുത്. അത് എന്താണെങ്കിൽ പോലും നിങ്ങളുടെ സ്വപ്നം എന്താണോ അതൊന്നും നിങ്ങളുടെ വലിയ സ്വപ്നമായിരിക്കണം. അത് മറ്റാരുടേത് ആവാൻ വിടരുത് നിങ്ങൾ കേട്ടോ. കാരണം അനുഭവമാണ് സുഹൃത്തുക്കളെ. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയ യാത്രയിൽ എന്തെങ്കിലും ആവാൻ സാധിച്ചത് ഈ ഒരു യാത്രയിലൂടെയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കുടുംബം നോക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു യാത്രയിൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. കൂടാതെ തന്നെ എൻ്റെ യാത്രകൾ തുടരുന്നു. നിങ്ങളുടെ സ്വപ്നം എന്നും വലുതായിരിക്കണം കേട്ടോ. എൻ്റെ ഒരു അനുഭവം മാത്രമാണ്